മരിക്കുന്നതിൻ്റെ അന്ന് രാവിലെ എന്നെ YMC വന്നിട്ട് കാർ ഓടിക്കാനായിട്ട് അദ്ദേഹത്തിന് ഓടിക്കാൻ ഫാദറിന് വന്ന് ശരി ഏതൊരു വീക്ക് ഡേ ആണ്, നമുക്ക് ആലപ്പുഴയ്ക്ക് പോകാം എന്ന് പറഞ്ഞിട്ട് വണ്ടിയെടുത്ത് ഞങ്ങൾ ഉള്ളൂർ കഴിഞ്ഞപ്പോൾ എന്നോട് ഫാദർ പറഞ്ഞു, ഇത്രയും ദിവസം ടിവിയുടെ കൂടെ റൂമിൽ നിൽക്കുകയാണ്, അല്ലെ പുറത്തിങ്ങനെ വർത്തമാനം പറഞ്ഞ് നിൽക്കും, എടാ നമുക്ക് ഒന്നുകൂടെ തിരിച്ചു പോകാം, എനിക്കെന്തോ അയാളെ ഒന്നുകൂടെ കാണണമെന്ന് തോന്നുന്നു. ഞാൻ ഉള്ളൂർ വണ്ടി തിരിക്കുന്ന എനിക്ക് പറഞ്ഞു. ഉള്ളൂർ കഴിഞ്ഞ പെട്രോൾ ബങ്കിൻ്റെ വിട്ട് തിരിച്ച് മുറിയിലേക്ക് ചെല്ലുമ്പോൾ ഏകദേശം അന്ത്യശ്വാസം വലിക്കുകയാണ്. സത്യം ആ കാറ് വിട്ടു പോയിരുന്നെങ്കിൽ ആ നിമിഷത്തിൽ ഞാൻ ഉണ്ടാകത്തില്ലായിരുന്നു. അതൊരു നിമിത്തം പോലെ അവസാന നിമിഷം, ആ ലാസ്റ്റ് ബ്രത്ത് എടുക്കുന്ന സമയത്ത് വൈദ്യനുണ്ട്, ഫാദർ ഉണ്ട്, ഞാൻ അടുത്തുണ്ട്. ആ മരിക്കുന്ന സമയത്ത് അവസാനം മരിച്ചു, അദ്ദേഹത്തിൻ്റെ കണ്ണുകളടച്ചു. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഫാദർ പോയി മുറിയിലോട്ട് ബാത്റൂമിലോട്ട് പോയി പൊട്ടിക്കരയെന്ന് എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ ഞാനന്ന് പയ്യനാണ്, എനിക്കങ്ങനെ വലിയ ഇമോഷൻ തോന്നുന്നില്ല, ഫാദറിൻ്റെ ഫ്രണ്ടെന്നേ തോന്നുന്നുള്ളൂ. പക്ഷേ ആ സൗഹൃദ ബന്ധത്തിൻ്റെ വേദന ഇത്രയും വർഷങ്ങൾ, ഞാൻ ഇവനോട് പിന്നെ പറഞ്ഞു, ഫാദർ ഒരു 17, 18, 19 വയസ്സ് തൊട്ടുള്ള ബന്ധം, ഒരു എത്രയോ കൊല്ലത്തെ കാലഘട്ടത്തിൻ്റെ ഒരു ബന്ധത്തിൻ്റെ വേർപിരിയലിൻ്റെ വേദന അദ്ദേഹം ബാത്റൂമിൽ അത് ആരും കാണാതെ ഇങ്ങനെ മുഖം പൊത്തി ഏങ്ങലടിക്കുന്നത് കാണാൻ അത് ഞാൻ കണ്ടു.